അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നമ്മൾ ആമല വന്നതാണ്. ആമല വന്നിട്ട് ഇന്നലെ നമ്മൾ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല മഴയായിരുന്നേ. അപ്പോൾ ഇന്ന് പണി വെച്ചില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ആറ്റിലൊക്കെ പോകാൻ പരുവമുണ്ട്. അപ്പോൾ രാമൻ്റെ മാമനും പിന്നെ നമ്മൾ ഏകദേശം 4 പേരുണ്ട്. അങ്ങനെ 4 പേരും കൂടെ നെയ്യാർ ഡാമിൻ്റെ റിസർവോയറിലേക്ക് ഫിഷിങ്ങിന് പോവുകയാണേ. അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്തിട്ട് ആറ്റിലെല്ലാം നല്ല വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആമലയിൽ നിന്നും ഫിഷിങ്ങിന് പോകുന്നതിൻ്റെ കാഴ്ചകളും നമ്മൾ പോകുന്ന വഴിയുടെ കാഴ്ചകളും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണേ. അപ്പോൾ എല്ലാവർക്കും സജിത് പുത്തോട് വ്ളോഗ്സ് എന്ന എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആമല കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എവിടെ കൂടിയാണ് പോണത്? ഏതോ ഭാഗത്തുകൂടിയാണ് പോണത്. തേക്കലിലേക്ക് ഈ കാട്ടിൽ കൂടെ ഫിഷിങ്ങിന് പോവുകയാണ്. വഴിയിൽ അത്യാവശ്യം വലിയ വലിയ മരങ്ങളൊക്കെ വീണ് കിടക്കുകയാണ്. മണ്ണിര കുറച്ച് എടുത്തിട്ടുണ്ടേ മീൻ പിടിക്കാൻ ആവശ്യമായിട്ട്. ഈ ഒരു സ്ഥലം കണ്ട, ഇവിടെ ആനയുടെ പിണ്ടോ കിടപ്പുണ്ട്, പഴയതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ആന വന്ന് നിൽക്കുന്ന ഏരിയയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തുകൂടെയാണ് നമ്മൾ തേക്കലിലേക്ക് പോകുന്നത്. അത്യാവശ്യം നിബിഡമായിട്ടുള്ളൊരു വനമാണ്. ആനകളൊക്കെ വന്ന് നിൽക്കാൻ സാധ്യതയുള്ളതും അതുപോലെ ആനകളൊക്കെ സ്ഥിരമായിട്ട് നിൽക്കുന്നതുമായിട്ടുള്ള കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോണത്. അത്യാവശ്യം നിരപ്പാർന്ന പ്രദേശമാണേ. അതുപോലെ തന്നെ നല്ല തണുപ്പും കൂടിയുള്ളൊരു പ്രദേശത്തൂടെയാണ് നമ്മൾ പോണത്. ചീവീടിൻ്റെ ശബ്ദം എങ്ങനെ കേൾക്കാവേ ബാക്ക്ഗ്രൗണ്ടിൽ. നമ്മളിതാ ഏകദേശം റോട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. നമ്മൾ കാട്ടിൽ കൂടെ ഇറങ്ങിയിട്ട് റോട്ടിലേക്ക് എത്തിയിട്ടുണ്ടേ. ഇതിലേ പോയി കഴിഞ്ഞാൽ ആമല കമ്മ്യൂണിറ്റി ഹാളിൻ്റെ അവിടെ പോകാം. ഇതിലെ കൊമ്പേ പോവാം. ഇതിലെ കോട്ടൂർ പോവാം. അപ്പോൾ നമ്മൾ കൊമ്പയിൽ പോണ വഴി കൂടെയാണ് നമ്മൾ പോണത്. നമ്മൾ ഇന്നലെ കുളിച്ച തോടുണ്ടല്ലോ, അത് നമ്മളിപ്പം പോണ വഴിയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴുകി പോവുകയാണേ. അതുകൊണ്ട് ആ ഭാഗത്തൂടെയാണ് ആ തോടൊഴുകി പോണത്. ഇത് കൊമ്പയിലേക്ക് പോകുന്ന വഴിയാണ് ഇത്. അത്യാവശ്യം ചെറിയൊരു തോടും കൂടെ ഈ സൈഡിൽ നിന്ന് പാസ് ചെയ്ത് ആ ഒരു തോട്ടിലേക്ക് പോകുന്നുണ്ടേ. ഇതിലെയാണ് ആ തോട് പോണത്. നല്ല നിരപ്പാർന്നൊരു സ്ഥലമാണ് ഈ റോഡ്. നമ്മളിപ്പോൾ നടന്നു നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ റോഡെല്ലാം തോട് താഴെ വന്നിട്ട് നെയ്യാർ ഡാമിൻ്റെ റിസർവോയർ ഇതുവരെ കയറി കിടക്കുന്നുണ്ടേ. അത് ഈ റോട്ടിൽ കൂടെ. ഇന്നലെ രാത്രിയത്തെ മഴയ്ക്ക് തേക്കൽ എങ്ങുവരെ കയറിയിട്ടുണ്ട്. നനയോടെ രാമ ഈ നിക്കറൊക്കെ. ഏത് വെച്ചപ്പോയി? ഓ, ഇതിന്റെ അടിയിൽ ഇതാ. അന്ന് ഇതേപോലെ തേക്കല് കയറിയേ മട്ട അടിച്ചിട്ട് ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. മഴ പെയ്ത് തോട്ടക്ക് വെള്ളം ഒഴുക്ക് വെള്ളം വന്നോണ്ടിരിക്കും. നമ്മള് കൊമ്പയിൽ പോയപ്പോ അത്ര വെള്ളം ഇല്ലായിരുന്നു. പോയിട്ട് തിരിച്ചു വന്നപ്പോളേ ഞങ്ങൾ ഇറങ്ങിയല്ലോ, വേറെ ആരോ ഇല്ല, ഇല്ല പറക്കിയിട്ട് ഇരുന്ന് വണ്ടി അവിടെ നിന്ന് സ്പീഡിലെടുത്ത് വന്നപ്പോളേ ഇവിടെ വന്നപ്പം ഈ കല്ലിട്ട് അറിയാൻ പറ്റൂല. കല്ലിൽ നിന്ന് എടുത്ത് ചാടി വണ്ടി അങ്ങ് ഇവിടെ തൊട്ട് കുയ്യാണ്. ഇവിടത്തെ ഇപ്പൊ ഒരാളിന് പുറത്ത് വെള്ളമുണ്ട്. ഇപ്പൊ താഴെ ഇവിടെ അന്ന് ഇത്ര ഇല്ലായിരുന്നു. എന്നാലും അവിടെ അതായത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. വണ്ടി അങ്ങ് ചഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങി. അപ്പൊ മുകളിൽ നിന്ന് മറ്റേ ഒഴുക്കുള്ള തള്ളിക്കൊണ്ട് വർണ്ണയെ കൊണ്ട് വണ്ടിയെ കുറെ അടിച്ചിങ്ങനെ ചരിച്ച് മുകളിൽ വഴി കൂടെ വെള്ളം കയറാൻ തുടങ്ങി. പിന്നെ എങ്ങനെയൊക്കെ ആളിറങ്ങി. ഇതിപ്പോ എറ്റാണ് കോൺക്രീറ്റ്. അപ്പോൾ നെയ്യാർ ഡാമിൻ്റെ റിസർവോയർ നമ്മൾ കൊമ്പയിലേക്ക് പോകുന്ന റോഡൊക്കെ ഇങ്ങനെ കയറി ഫുള്ളായിട്ടുണ്ട്. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. മാമൻ പറഞ്ഞത് കുറേ അങ്ങ് മുകളിൽ വരെ ഈ ഒരു വെള്ളം കയറി പോകുന്നതാണ് പറഞ്ഞത്. ഇത് കൊമ്പയിലേക്ക് പോകുന്ന വഴിയാണ്. റിസർവോയർ ഈ ഭാഗം വരെ ഇങ്ങനെ കയറി നിൽപ്പുണ്ട്. കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഇവിടെ കൂടി പോകാനായിട്ടൊക്കെ കാണാൻ പറ്റുമേ. അങ്ങനെ നമ്മൾ കൊമ്പയിലേക്ക് പോകുന്ന വഴിയുടെ ഏകദേശം കുറച്ച് ഭാഗത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ താഴോട്ട് ചൂണ്ടയെടുത്ത് പോണത് മീൻ പിടിക്കാനായിട്ട്. കണ്ടാ, ഇതാണ് ഇറച്ചൂണ്ടയാണ് കേട്ടെ. ഇതല്ല, ഇവിടെ കൂടെ ഒരു ആനത്താരയാണ് കേട്ടാ. ഇവിടെ കൂടെയാണ് മുകളിലത്തെ ആനകൾ. ഇതാ ഈ റോഡ് കണ്ട, ഈ റോഡിൻ്റെ ഇവിടെ നിന്ന് താഴോട്ടൊക്കെ ഇറങ്ങുന്നത് കേട്ടാ. അപ്പം നമ്മൾ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള വഴി കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ തൊട്ട് താഴെ കൂടെ തന്നെയാണ് ഇവിടുത്തെ റിസർവോയർ കിടക്കുന്നത്. ഇവിടെ ഉണ്ടല്ലോ, ഇത് തൊട്ട് താഴെ അതുവരെ റിസർവോയർ കയറി നിൽക്കുന്നുണ്ട്. നമ്മുടെ പയ്യൻ പറഞ്ഞത് കുറച്ചും കൂടെ മുകളിൽ വരെ
ഈ റിസർവോയറെ കയറി നിൽക്കുമെന്നാണ് പറഞ്ഞത്. ഇവിടെ നല്ലൊരു കല്ലുകെട്ടൊക്കെ ഉണ്ട്. നമ്മുടെ അമല കമ്മ്യൂണിറ്റി ഹാളിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററാണ് കൊമ്പയിലേക്കുള്ള ദൂരം എന്ന് പറയണത്. കൊമ്പയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഡാമിൻ്റെ റിസർവോയറിൻ്റെ സൈഡിൽ കിടക്കുന്ന സെറ്റിൽമെൻറ്റുകളാണ്. കൊമ്പൈ, ആമല, ആയിരങ്കാല അത്യാവശ്യം ദൂരമുണ്ട്. ഇവിടെ നിന്ന് അത്യാവശ്യം നന്നായിട്ട് റിസർവോയർ കാണാൻ പറ്റുമേ. കണ്ടോ വെള്ളം കെട്ടിക്കിടക്കുന്നത് കണ്ടോ താഴെ. അതാ നമ്മൾ ഈ ഭാഗത്തൂടെയാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് രാമൻ ഈ ഒരു ഇട വഴി കൂടെ എന്നെ കൊണ്ട് ഇറക്കിയിരിക്കുകയാണ് താഴോട്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ചെറിയൊരു കോണിലോട്ട് വന്നിട്ടുണ്ടേ. അതാ ഇവിടെയാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടെ നിന്ന് ചൂണ്ട എറിയാൻ പാടാണ് കേട്ടോ. ഇപ്പം ചെറിയ ചൂണ്ടയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഈ ചൂണ്ട എറിഞ്ഞ് നോക്കണം. മഴയും പെയ്യുന്നുണ്ട്. റിസർവർ കുറേ കയറി ഫുള്ളായിട്ടുണ്ട്. ഇപ്പം പോടാ, നമുക്ക് ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് പോയി നോക്കാം. വേറെ എവിടെയെങ്കിലും എറിയാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടാകും നോക്കാം. ഇവിടെ കൊള്ളാം, അടിപൊളി സ്പോട്ട്. ഇവിടെ കാണുന്നതാണ് ആൾക്കാർ ഇരുന്ന് ചൂണ്ട എറിയണതേ. നല്ല വ്യൂ ഉണ്ട് കാണാനായിട്ട് ഇവിടെ നിന്ന്. നമ്മൾ താഴെ ചൂണ്ടയിട്ട സ്ഥലത്തൊന്നും കിട്ടാത്ത സ്ഥിതിക്ക് നമ്മൾ തിരിച്ചതാ കയറിയിട്ടുണ്ടേ അവിടെ നിന്ന്. എൻ്റെ നിക്കറ് നനയോടെ രാമ? ഇല്ലല്ല, നല്ല മലവെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ മലവെള്ളം ഇറങ്ങാതെ എങ്ങനെ തേക്കൽ കയറും രാമ? നമ്മൾ സൈറ്റ് മാറി വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അടിപൊളി നല്ല കാട്. ഇവിടെ നടുത്ത് റിസർവോയറിലോട്ട് തന്നെ നമുക്ക് ഇറങ്ങണം. അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് കോട്ടൂരേക്ക് വന്ന റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഭാഗത്തുനിന്ന് നമ്മൾ നേരത്തെ അക്കരെയാണ് ഇരുന്നത്. ഇനി ഈ ഭാഗത്തുള്ള റിസർവോയറിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഇറങ്ങും. അതിനായിട്ടുള്ള പോക്കിലാണ്. ഇതാണ് വഴി, കോട്ടൂരേക്ക് വന്ന റോഡ്. ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴി കിടപ്പുണ്ട്. ഇതിൽ തന്നെ രാമ പോണേ രാമ? ഓക്കെ. നമ്മളിപ്പം നല്ല മനോഹരമായിട്ടുള്ള സ്ഥലത്തൂടെയാണ് ഇങ്ങനെ പോണത്. റിസർവറിൻ്റെ സൈഡിലൂടെ ഒരു ചൂണ്ടക്കിട്ട് നടക്കുന്ന വഴിയാണ് ഇതെല്ലാം. ഒട്ടേനെ പിടിച്ച് അയ്യേ കയ്യിൽ അവിടെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണേ. താഴെ എവിടെയെങ്കിലും പോയിട്ട് ഇനി എനിക്ക് ചൂണ്ട എറിയണം. ഇതുവരെ എറിഞ്ഞില്ല ചൂണ്ട, എറിച്ചുകൊണ്ട്. ഇനി താഴെ എവിടെയെങ്കിലും പോയിട്ട് നല്ല സൗകര്യമുള്ള സ്ഥലത്ത് പോയിട്ട് ചൂണ്ട എറിയണം. ഇവിടെ ഇരുന്നിട്ടാണ് ചൂണ്ട എറിയണത്. അടിപൊളിയൊരു സ്പോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അക്കരത്തെ കാടുകളെല്ലാം വെള്ളം കയറി കിടക്കണേ. ഇതുണ്ട് അതെല്ലാം. കുറേ സമയമായിട്ട് നമ്മളിങ്ങനെ ചൂണ്ടയൊക്കെ ഇട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഒരു വക കിട്ടിയില്ല. എന്താ കങ്കൂസ് ഉണ്ട്, കയ്യിൽ കങ്കൂസ് വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നല്ല മഴക്കോളും വരുന്നുണ്ടേ. എന്താ രാമ ഈ സൈഡിൽ ഇരുന്ന് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. തേക്കലിൽ നിന്നും ഒന്നും കിട്ടാത്ത സ്ഥിതിക്ക് നമ്മൾ ചൂണ്ടയെല്ലാം പറക്കി കെട്ടി ഇതിലെ മുകളിലേക്ക് കയറുകയാണേ. നേരത്തെ ഇതിലെ കൂടെയാണ് നമ്മൾ വന്നത്. ഞാനിപ്പോൾ ഈ വർഷം 2-3 തവണയായി ഫിഷിങ്ങിന് പോകുന്നുണ്ട്. ഒരു സാധനവും കിട്ടണില്ല, ഒരു തേങ്ങയും കിട്ടണില്ല. ഇങ്ങനെയാണ് അവസ്ഥകൾ. പിന്നെ ഈ കാടും ഇതൊക്കെ ഇങ്ങനെ കണ്ടു പോവാം. അതിൻ്റെ ഒരു വിഷ്വലും കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയല്ല. അതെല്ലാം വിചാരിച്ചുകൊണ്ടാണ് ഈ ക്യാമറ എല്ലാം എടുത്ത് പിടിച്ചുകൊണ്ട് വരണത്. ഈ ഭാഗത്തുണ്ട്, ഇത് ഈ സൈഡിൽ കിടക്കുന്ന റിസർവോയറാണ്. അതിന് തൊട്ട് സൈഡിലൊരു താര വഴിയുണ്ട്. താര വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ കണ്ടോ നല്ല വള്ളിക്കുടലുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. കണ്ടോ ഇതെല്ലാം
ഇതിൻ്റെ അകത്തൂടെയാണ് ഒരു ചെറിയൊരു വഴിയുള്ളത്. മീൻ ഈ വെള്ളത്തിൻ്റെ മുകളിൽ അടിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും ചില സമയത്ത്. ഇത് കണ്ടോ, നല്ല തവളയുടെ സൗണ്ടുണ്ട്. ഇവിടെയൊക്കെ മീനുകൾ കിട്ടേണ്ടതാണ് ശരിക്കും. നല്ല ചേറൊക്കെ പിടിക്കാൻ സാധ്യതയുള്ള നല്ല ചതുപ്പ് കാടാണ്. വയൽ, ഒരു വലിയൊരു വയലാണ് ഇവിടെ. ഇതുവരെ വെള്ളം ഇറങ്ങട്ട റിസർവോയറിൻ്റെ. അങ്ങനെ നമ്മൾ തേക്കലിൻ്റെ സൈഡിൽ നിന്ന് തിരിച്ച് രാമൻ്റെയൊക്കെ വീട്ടിലേക്ക് പോവുകയാണേ. ഒരു മീനും പോലും ഒന്നും കിട്ടിയില്ല, പരുവം മോശമാണ്. ഇപ്രാവശ്യം 2 പ്രാവശ്യം നമ്മൾ ഫിഷിങ്ങിൻ്റെ വീഡിയോ ചെയ്യാൻ പോയി. 2 വീഡിയോയിലും അല്ലെങ്കിൽ നമ്മൾ പോയ 2 ദിവസവും നമുക്ക് മീനൊന്നും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഈ നിബിഡമായിട്ടുള്ള വനത്തിനുള്ളിലൂടെ നമ്മൾ തിരിച്ച് രാമൻ്റെയും മഹേഷിൻ്റെയും വീട്ടിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വലിയ കാടാണ്. അതുപോലെ തന്നെ കാട്ടാനകളൊക്കെ നടക്കുന്ന താരയും കൂടിയൊക്കെയാണ് നമ്മൾ കിടക്കുന്നത്. ഈ ഭാഗമൊക്കെ കണ്ട, ഇവിടെയൊക്കെ കണ്ട. ഞാൻ ഈ ഭാഗം കാണിച്ചു തരാവേ. ആന വന്ന് നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ ആനപ്പിണ്ടമൊക്കെ കിടക്കുന്നുണ്ട് ഈ ഭാഗത്ത്. കണ്ട, ഇതുപോലുള്ള കാടുകളുണ്ട്. അതുകൊണ്ട് ആ സൈഡൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ആന വരുന്നതാണ്. ആനപ്പിണ്ടമൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ കിടക്കുന്നുണ്ട് ആനപ്പിണ്ടം. ഇത് കണ്ട, ആനപ്പിണ്ടമാണ്. ഇതിലെയാണ് നമ്മൾ പോണത്. ഈ ഭാഗത്തൊക്കെ ആനകൾ സ്ഥിരമായിട്ട് വരുന്ന ഏരിയയാണേ. ഇവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിൽ ഇറങ്ങുമ്പോൾ നമ്മൾ നേരത്തെ റോഡ് മുറിച്ച് കാട്ടിലേക്ക് കയറിയല്ല, ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തുക. ഇവിടേക്കാണെങ്കിൽ ചീവീടിൻ്റെ ഭയങ്കരമായിട്ടുള്ള ശബ്ദമാണ്. ഞാൻ കേൾപ്പിച്ചു തരാവേ. നമ്മളങ്ങനെ റോട്ടിലെത്തിയിട്ടുണ്ട്. ഈ കാണുന്ന റോട്ടിലൂടെ ഏകദേശം ഒരു 10 കിലോമീറ്ററോളം യാത്ര ചെയ്താലേ നമുക്ക് കോട്ടൂരേക്ക് പോകാൻ പറ്റും. ഇവിടെ കണ്ടോ, വലിയ ആഞ്ഞിലി മരമാണേ. നാട്ടിൻ പ്രദേശത്താണെങ്കിൽ ഏകദേശം ലക്ഷക്കണക്കിന് രൂപയോളം വരുമാനം കിട്ടുന്നതാണ്. അതിന് തൊട്ട് സൈഡിലായിട്ടൊരു പുളിച്ചുമാവ് നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചതാ മീനൊന്നും കിട്ടാതെയുള്ള നിരാശയിൽ നമ്മൾ തിരികെ ആമലയിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ആമല റോഡിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ടേ. ഇന്നലെയൊക്കെ ഈ റോഡിൽ JCB ഉണ്ടായിരുന്നു. ഇപ്പോൾ JCB ഒക്കെ വന്ന് പുതിയതായിട്ട് റോഡൊക്കെ ഇടിച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്യാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഈ ഒരു റോഡ്. അപ്പോൾ എന്നിട്ടത് നബാർഡിൻ്റെ പദ്ധതിയിൽ എന്തോരം ഉൾപ്പെടുത്തിയിട്ട് എല്ലാ ഭാഗങ്ങളും ചെയ്യാനായിട്ടൊക്കെയുള്ള പദ്ധതിയൊക്കെയാണ് ഇപ്പം ആമല സെറ്റിൽമെൻറ്റിലേക്ക് നടക്കുന്നത്. നമ്മളിനി റോഡ് മാർഗമാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേ കയറി മുന്നിലെത്തുമ്പോൾ നമുക്ക് കൊമ്പയിലേക്ക് പോകുന്ന റോഡും മേലെ ആമലയിലേക്ക് പോകുന്ന റോഡിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റുമേ. അപ്പോൾ ഇതിലെയല്ല പോണത്, ഇതിലൊരു കാട് വഴിയുണ്ട്. ഇതിലെയാണ് കേട്ടോ നമ്മൾ കയറി പോണത്. പിന്നെ അതെന്നടാ രാമ? ആര് നീയോ മാമനോ? നീ തന്നെ കിടന്ന് മറ്റേ ചിക്കൻ പോക്സ് പിടിച്ച് എല്ലാം ഇവിടെ തോന്നിക്കുന്ന പ്ലേസുകളാണ്. ഇവിടെ കൂടി പോയി കഴിഞ്ഞാൽ മുകളിലത്തെ വഴി കയറി പോവാം. ഞാൻ അവിടെ വന്നതിൻ്റെ അവിടുത്തെ നമ്മൾ വന്നപ്പോൾ ഒരു 5-6 മറ്റേ വിരിച്ചം വരവ് കിടക്കുന്നു. ആ വരവെടുക്കാൻ കയറിയിട്ടാണ് ഇവിടെ കൂടി പോകാനത്. ഇവിടെ കൂടി കയറി കഴിഞ്ഞാൽ അപ്പുറത്ത് അവിടെ കൂടി മുകളിൽ കയറി കഴിഞ്ഞാൽ അവിടെ അതാന്നിയൂട്ടിൻ്റെ അതാന്നിയൂര് നമ്മൾ നിങ്ങൾ കണ്ടുകൂട്ടിയില്ലേ കരയെടുത്ത് അവിടെ കയറാം. ഇവിടെ കൂടി കയറി കഴിഞ്ഞാൽ ഇപ്പോൾ എളുപ്പം മുകളിൽ കയറാം. ഇവിടുത്തെ താരയുണ്ട്. അടിയാന്മാരുടെ പറഞ്ഞാൽ നിങ്ങൾ പോകണമെങ്കിൽ ഇതിലെ കൂടി താരെ മുകളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് താരി കയറാതെ പോകാം. അപ്പോൾ ഇവിടെ ഒരു പ്ലാവ് നിൽപ്പുണ്ടേ. ഇത് പണ്ട് ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം എന്നൊക്കെയാണ് പറയണത്. നമ്മുടെ മാമൻ പറഞ്ഞു തന്നത്. അങ്ങനെ വസൂരി അങ്ങനെ എന്തൊക്കെയോ രോഗങ്ങളൊക്കെ ബാധിച്ച് അവരൊക്കെ അങ്ങനെ മരിച്ചു എന്നാണ് പറയുന്നത് ഈ ഭാഗത്തൊക്കെ കിടന്നവർ. ഇപ്പോൾ പെരത്തിട്ടെന്ന് പറയും, അതായത് നമ്മുടെ പഴയ വീടിൻ്റെ തിട്ടകളുണ്ടല്ലോ, ബേസ്മെൻറ്റ്, ആ സംഭവത്തിനാണ് നമ്മളിവിടെ പെരത്തിട്ടാന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ അങ്ങനെ പെരത്തിട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ താഴെ റോഡിൻ്റെ ഭാഗത്തൊക്കെ ആന വരുമ്പോഴേ ഈ ആനകൾ സൈഡൊക്കെ ഒതുങ്ങി ഒക്കെ വരുന്നത് ഈ ഭാഗത്തൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ ഒരു പ്ലാവിൽ ആന വന്ന് കുത്തിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുമേ. ഇതൊക്കെ മൊത്തം ആനത്താരകളാണ് ഈ വഴിയെല്ലാം. നല്ല നിബിഡമായിട്ടുള്ള വനമാണേ. ഇവിടെ വീടിൻ്റെ തിട്ടകളൊക്കെ കാണാമെന്ന് പറഞ്ഞു. എന്തായാലും നോക്കി നോക്കാം. ഈ ഭാഗത്തൊക്കെ ആൾക്കാർ കിടന്ന സ്ഥലങ്ങളൊക്കെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരൊക്കെ അന്ന് നട്ട പ്ലാവുകളൊക്കെയാണെന്ന് തോന്നുന്നു. കണ്ട വലിയ വലിയ പ്ലാവുകളൊക്കെ ഇവിടെ നിൽപ്പുണ്ടേ.
താഴെ ഭാഗത്തൊരു തോടുണ്ടെന്ന് കേൾക്കണം. അതിൻ്റെ ചെറിയ സൗണ്ട് കേൾക്കാൻ പറ്റും. സത്യം കേട്ടോ, മാമൻ പറഞ്ഞത് ശരിയാണ്. ഇവിടെ നിൽപ്പുണ്ട് ഒരു പ്ലാവ്. ഇത് കണ്ട്, ഇതൊരു പ്ലാവാണ്. പിന്നെ അതിനെക്കാട്ടി ഇത് പ്ലാവല്ല, ആ ഭാഗത്തൊരു വലിയൊരു പ്ലാവ് നിൽപ്പുണ്ട്. ഇതൊക്കെ പെരത്തിട്ടാണ് കേട്ടോ. പെരത്തിട്ടല്ല, പെരത്തറ, വീടുകളിരുന്ന ഭാഗം. അപ്പം അതിനെയാണ് പെരത്തറ എന്ന് പറയണത്. കണ്ട ഈ നിൽക്കുന്നുണ്ട, ഇത് വലിയൊരു പ്ലാവാണ്. അതായത് പ്ലാവ്. പിന്നെ ഈ കാട്ടിലൊക്കെ ഉള്ളത് ഈ മൊട്ടൽ എന്നൊക്കെ പറയുന്ന മരങ്ങളൊക്കെയാണ് ഇവിടെ എല്ലാം ഉള്ളത്. അപ്പം നമ്മൾ അതിലേ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മേളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ രാവിലെ തിരിഞ്ഞിറങ്ങി വന്ന വഴിയുണ്ടല്ലോ, ആ ഭാഗത്തേക്ക് നമ്മൾ എത്തിപ്പെടുവേ. ഇതൊക്കെ പെരത്തിട്ടാണ് കേട്ടോ. അവിടുത്തെ കല്ലുകളൊക്കെയാണ് ഈ കാണുന്നത്, താഴേക്ക് അടുക്കി വെച്ചിരിക്കുന്നത്. ഒരുപാടധികം പ്ലാവുകൾ നിൽപ്പുണ്ട്. ആ ഭാഗത്തൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ കിടന്ന ആൾക്കാരുടെ പ്ലാവുകളൊക്കെയാണ് ഇവിടെ എല്ലാം നിൽക്കുന്നത്. ഇപ്പം ഇങ്ങനെ കാട്ടാന വരുന്ന സമയത്ത് ഈ ഭാഗം ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ നടന്നു വന്ന ഭാഗം, അപ്പോൾ ഈ ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ട് കയറി നിൽക്കുന്നതായിട്ട് നമ്മുടെ മാമൻ പറഞ്ഞത്. ഈ ഭാഗത്തൊക്കെയാണ് വന്ന് നിൽക്കുന്നതെന്ന്. ഇവിടെ വലിയൊരു പ്ലാവ് നിൽപ്പുണ്ടേ. വേണ്ട, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നട്ടിരുന്നാൽ മാത്രമേ പ്ലാവുകളൊക്കെ ഇത്തരം വലിപ്പത്തിലേക്ക് ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ മൂട്ടിലിവിടെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ഇവിടെ ഒരു വീടിരുന്നതായിട്ടുള്ളൊരിത് ഉണ്ട്. ഈ മരത്തിൻ്റെ ഇങ്ങനെ അത്യാവശ്യം നല്ല നിരപ്പ് പിടിച്ചൊരു സ്ഥലം ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാർ കിടന്നിട്ടുള്ളതാണ്. അവർ നട്ട പ്ലാവുകളും മറ്റ് കൃഷികളൊന്നും കാണാനില്ല. അന്നത്തെയൊക്കെ ഒരു നട്ടിരുന്ന പ്ലാവുകൾ അതിവിടെ ഇങ്ങനെ ഒരുപാട് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ദൂരെ ഉള്ളെന്ന് തോന്നുന്നു. ഇവിടെയും അങ്ങനത്തെ ഒരു ഏരിയയാണ് ഈ ഭാഗത്തും. നൈസായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കൂടെയൊക്കെ കറങ്ങി അടിച്ച് നമ്മൾ കാട് വെട്ടിയ സ്ഥലത്താണ് രാമൻ നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. എവിടെ കൂടെയൊക്കെ എന്തോ കറങ്ങി വന്നിരിക്കുകയാണ് ഇവിടെ. എവിടെയാണ് രാമ വന്നത്? ഇന്നലെ നമ്മൾ താഴെ കാണുന്ന വഴിയിൽ കൂടെയാണ് ഫയൽ റൈനൊക്കെ വിട്ടിട്ട് തിരിച്ചു വന്നത്. ഇപ്പം വേറൊരു വഴി കൂടെ നമ്മൾ മേളിലേക്ക് കയറിയിട്ടുണ്ടേ. ഇപ്പോൾ രാമ ഏതോ വഴി കൂടെയാണ് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഇതൊക്കെ ഇവർ സ്ഥിരമായിട്ട് നടക്കുന്ന വഴികളാണേ, ചെറിയ ചെറിയ താര വഴികൾ. ഇപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ വഴികൾ മൊത്തം അറിയാം. അതേപോലെ തന്നെ രാമന് ഇവിടുത്തെ വഴികളെല്ലാം അറിയാം. അപ്പം ഇതിലെ ഇവർ താമസിക്കുന്ന ഭാഗത്തായിരിക്കും ചെന്നെത്തുന്നത്. അപ്പോൾ നമ്മൾ കാടൊക്കെ കറങ്ങി രാമൻ്റെ വീടിൻ്റെ താഴെയുള്ള റോട്ടിലെത്തിയിട്ടുണ്ടേ. അപ്പോൾ ഇതുവഴിയാണ് മുകളിലേക്ക് ജീപ്പൊക്കെ കയറിപ്പോകുന്ന റോഡ്. നമ്മൾ ഇന്നലെ നടന്ന അപ്പുറത്തെ വഴിയാണ്. അപ്പുറത്ത് വഴി നടന്നാണ് മുകളിലേക്ക് കയറിയത്. ഇന്ന് നമ്മൾ റോഡ് വഴിയാണ് കറങ്ങി കയറുന്നത് മുകളിലേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് ആമലയിൽ നിന്നാണ് കണ്ട AMKAYK എന്ന് വെച്ചാൽ ആമല 1000 കാൽ. അതായത് ആമല ടവറിൽ നിന്ന് 1000 കാലിലേക്ക് സിഗ്നൽ കിട്ടത്തില്ല. അപ്പോഴേ മണ്ണിലൂടെയാണ്, അതായത് മണ്ണിൻ്റെ അടിയിൽ കൂടെയാണ് ആമലയിൽ നിന്ന് 1000 കാല് ടവറിലേക്ക് സിഗ്നൽ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പം ആ ഒരു സമയത്ത് കുറച്ച് മാസം മുമ്പ്, എനിക്ക് 1 വർഷമൊക്കെ കഴിയുമെന്ന് തോന്നണം, ആ സമയത്ത് ഇവിടെ അവർ ഈ സൈഡിൽ കൂടെയാണ് ക്യാബിളൊക്കെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് കുഴിയൊക്കെ കുഴിച്ച് ക്യാബിളൊക്കെ ഇട്ടുകൊണ്ട് നിന്നിരുന്ന സമയം. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ അവിടെ വന്നിരുന്ന്. അപ്പം അന്നിവിടെ നല്ല ചെളിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി അത്യാവശ്യം നല്ല കല്ലൊക്കെ ഇവരടിക്കുകയാണെന്ന് തോന്നുന്നു. റോട്ടിലൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അധികം പ്രശ്നമില്ലാതെ ഇതിലെ ഇവിടെ വണ്ടി മുകളിലേക്ക് കയറി പോവുകയെ. മീനൊക്കെ പിടിക്കാൻ പോയിട്ട് രാമൻ്റെ വീട്ടിൻ്റെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ല തെളിഞ്ഞിട്ടുണ്ടേ, മഴക്കോളൊന്നുമില്ല. ഇതാരെ പട്ടിയുടെ രാമ? ആൾക്കാരെ പറ്റി പിടിച്ചോ മണ്ടോ, പിടി മണ്ടോ, ഇത് പിടിക്കില്ല, ഇത് മണ്ടായി. ട്രക്കിങ്ങിന് പോകുന്ന കതിർമുടിയുടെ ഭാഗമായിട്ടുള്ള കുറേ മലകളൊക്കെയാണ് ഇങ്ങനെ കാണുന്നത്. ഭയങ്കര വലിയൊരു മലയാണ്. അവിടെ നല്ല കോട അടിക്കുന്നുണ്ട്. രാമ, എനിക്ക് മധുരമുള്ള ഓറഞ്ച് പറിച്ചാ ഇന്ന്. മഹേഷ് എനിക്ക് മറ്റേ പുളി ഓറഞ്ചിൽ നിന്ന്, മഹേഷ് രാമനും കൂടെ പുളി ഓറഞ്ചിൽ നിന്ന് എനിക്ക് വെള്ളം ഇട്ട് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങോട്ട് ഇങ്ങടുത്താണ്
അങ്ങോട്ട് കണ്ടോ കണ്ടോ. ഇന്നും അങ്ങനെ നമുക്ക് ഓറഞ്ച് കിട്ടിയിട്ടുണ്ട്. ഒന്ന് പുളി ഓറഞ്ച്. അങ്ങനെ മീൻ പിടിക്കാൻ ആമലയിൽ നിന്ന് തൊട്ട് താഴെയുള്ള നെയ്യാർ ഡാമിൻ്റെ റിസർവോയറിലൊക്കെ പോയിട്ട് നമ്മൾ മീനെ പിടിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ പോയത്. പക്ഷെ മീനൊന്നും കിട്ടിയില്ല. അങ്ങനെ തിരിച്ചതാ ആമലയിലേക്ക് തന്നെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഇതാ രാമൻ എന്നെ കല്ലെടുത്തെറിയുകയാണ് സുഹൃത്തുക്കളെ. രാമൻ ചതിച്ചിരിക്കുകയാണ് എന്നെ. രാമന് ഞാനും തമ്മിലുള്ള കൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5 മുതൽ 10ാം ക്ലാസ് വരെ ഹോസ്റ്റലിലായിരുന്നു. അപ്പം അത്രത്തോളം ബന്ധമുണ്ട് ഞാൻ രാമന് തമ്മിൽ. അത്രയും നമ്മൾ കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ രാമൻ്റെ വീടിന് തൊട്ട് മുമ്പ് അങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, പരുവത്തിൻ്റെ മോശമാണെന്ന് തോന്നുന്നു. മീനൊന്നും കിട്ടിയില്ല. പിന്നെ ഒരുപാട് കാടിൻ്റെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. നമ്മൾ പോകുന്ന വഴികളും സ്ഥിരമായിട്ട് നിങ്ങൾ കാണാത്ത കുറച്ചധികം വഴികളും അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ മറ്റ് വ്യത്യസ്തമായിട്ടുള്ള നമ്മളുടെ ജോലിയും അതുപോലെ കാടിൻ്റെ കാഴ്ചകളും നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളുടെ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബായ്.